പിണറായി വിജയൻ മഹാനാണ്, എം വി ഗോവിന്ദൻ ഗംഭീര പാർട്ടി നേതാവാണ്. ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരമേയില്ല. ഭരണവിരുദ്ധ വികാരമില്ല. ഗവൺമെന്റ് വർഗീയത സഹായിച്ചിട്ടില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ വെറും ആരോപണമാണ്. ഗോവിന്ദ മാഷ് പറയുന്ന എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാവർക്കും തെറ്റുപറ്റി. ഈ ചില ക്ലാസ്സിൽ കുട്ടികൾ മാർക്ക് ലിസ്റ്റ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പറയും എല്ലാവരും തോറ്റുത്തോണാണ്. എല്ലാവരും തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റതിന് പ്രശ്നമൊന്നുമില്ല, മിക്കവാറും എല്ലാവരും തോറ്റു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റുപറ്റി എന്നാണ്. പണ്ട് ഒരാളൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആനപ്പുറത്ത് കയറി. അയാൾ കയറിയപ്പോൾ അയാൾ പേടിച്ചായിരിക്കണം. അയാൾ തിരിഞ്ഞായിരുന്നു. അയാൾ ആനയുടെ പിന്നിലേക്ക് തിരിഞ്ഞായിരിക്കണേ. ഈ ആനപ്പുറത്തിരിക്കണ അങ്ങനെ ഇരിക്കാൻ പറ്റും, തിരിഞ്ഞിരിക്കുന്നു. അയാളോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞിരിക്കൂ. ഞാൻ തിരിഞ്ഞിരിക്കില്ല, വേണേ ആന തിരിഞ്ഞോട്ടെ. ആന തിരിഞ്ഞാൽ ഇയാൾ തിരിഞ്ഞല്ലേ വരിക. ഇത് നാശത്തിലേക്ക് പോവാണ് എന്ന് തന്നെയാണ് ഉള്ള പ്രവർത്തകന് പോലുള്ള വിശ്വാസം. കാരണം പ്രതിപക്ഷമടക്കം ഇടതുപക്ഷ സഹയാത്രികരടക്കം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് അടിമുടി മാറാൻ പോകുന്നു CPM-ൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിൽ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. സർക്കാരിന്റെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലെടുത്ത നിലപാട് തെറ്റായിരുന്നു, വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയത് തെറ്റായി, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായി എന്നൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാരും അണികൾ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും പ്രവർത്തകരും നേതാക്കളും അണികളും പറഞ്ഞത് സത്യമാണെന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും പറയുന്നത്. പക്ഷെ സത്യത്തിൽ അണികളെയും സഖാക്കളെയും പറ്റിക്കുകയല്ലേ? കേന്ദ്ര കമ്മിറ്റിയും മാറാൻ എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും മാറാൻ പറയുന്നില്ല. ഇത് ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം? അല്ല, ഇത് യഥാർത്ഥത്തിൽ പാർട്ടി രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പെടുത്തിട്ടതാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുന്ന കുറെ ആളുകൾക്കെങ്കിലും കേരളത്തിൽ നടക്കുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ട്, ഉറപ്പാണ്. ഇവിടെ താഴെത്തട്ടിൽ നിന്ന് വലിയ തലത്തിൽ ചർച്ച നടത്തി, ജില്ല, ഏരിയ, ലോക്കലൊക്കെ നടത്തി വലിയ റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്നപ്പോൾ അവർ വലിച്ചേറി കളഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ റിപ്പോർട്ട് ഒക്കെ തള്ളി. പിണറായി വിജയൻ മഹാനാണ്, എം വി ഗോവിന്ദൻ ഗംഭീര പാർട്ടി നേതാവാണ്. ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരമേയില്ല. ഭരണവിരുദ്ധ വികാരമില്ല. ഗവൺമെന്റ് വർഗീയത സഹായിച്ചിട്ടില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ വെറും ആരോപണമാണ്. കാരണം പ്രതിപക്ഷവും കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ പോലും ഉന്നയിച്ച വിമർശനങ്ങൾ, ഒന്ന് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചതടക്കം, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ പിന്നെ അതൊക്കെ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പാർട്ടിക്കാർ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം എത്ര തവണ നമ്മൾ തന്നെ ഓരോരുത്തരായിട്ട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന്റെ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതിങ്ങനെ ഇനി പറയാത്ത കാര്യങ്ങളില്ല. ഈ കാര്യങ്ങളൊക്കെ PM ശ്രീ ഒപ്പിട്ടത്, ആരും അറിയാതെ ഒപ്പിട്ടത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതുപോലെ അജിത് കുമാറിനെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ടത്, വീണ വിജയനെതിരായിട്ടുള്ള ഇത് വന്നത്, കേസുകൾ വന്നത്, മാസപ്പടി വിവാദം വന്നത്, ഇതൊക്കെ വലിയ തോതിൽ ഇതിനെ തെറ്റായി ഗവൺമെന്റിനെതിരായ വികാരമായി ജനങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുമല്ലോ, പ്രതിപക്ഷത്തിന്റെ റോളാണ്. പക്ഷേ എന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് മൂടിപ്പൊതിഞ്ഞ് എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ, ഞാൻ ഗോവിന്ദ മാഷ് പറയുന്ന എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാവർക്കും തെറ്റുപറ്റി. ഈ ചില ക്ലാസ്സിൽ കുട്ടികൾ മാർക്ക് ലിസ്റ്റ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പറയും എല്ലാവരും തോറ്റുത്തോണാണ്. എല്ലാവരും തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റതിന് പ്രശ്നമൊന്നുമില്ല, മിക്കവാറും എല്ലാവരും തോറ്റു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റുപറ്റി എന്നാണ്. അങ്ങനെ എല്ലാവർക്കും തെറ്റുപറ്റിയതാണോ സത്യത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ പരാജയം? അല്ല, നേതൃത്വത്തിന് തെറ്റുപറ്റിയതാണ് എന്ന് ഒരു പരിധിവരെ കേന്ദ്ര കമ്മിറ്റിയുടെ ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. പക്ഷെ കേന്ദ്ര കമ്മിറ്റിക്ക് പറയാനുള്ള ധൈര്യമില്ല നേതൃത്വം മാറണം. പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ്, വേറെ ആളെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. പാർട്ടി സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ. പാർട്ടി സെക്രട്ടറി മാറുന്നത് കോൺഗ്രസിലല്ലേ എന്നാണ് ഇപ്പോൾ വാദം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ഉണ്ടാവില്ല അത് കഴിയുമ്പോഴേക്കും, അതാണ് പ്രശ്നം. പാർട്ടി കോൺഗ്രസിലൊന്നും ഉണ്ടാവാൻ വഴിയില്ല, കാരണം അവിടേക്കൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരിയാണ് ഇതിന്റെ പോക്ക്. അപ്പോൾ എന്തായാലും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് എനിക്ക് തോന്നുന്നു ഒരു സമ്മർദ്ദം, തൽക്കാലം ഒരു സമ്മർദ്ദം കുറയ്ക്കാനാണ്. സമ്മർദ്ദം എങ്ങനെ കുറയുക, അതാണ് ചോദ്യം. ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തലയ്ക്ക് വെളിവുള്ളവർ ആര് വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. ഇപ്പൊ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം മുതൽ താഴോട്ട് ഇങ്ങോട്ട് വന്നാൽ അതിന്റെ പ്രചരണ രീതി, ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ, അങ്ങനെ അങ്ങ് തുടങ്ങി വെള്ളാപ്പള്ളിയെ നിരന്തരം
യോഗി ആദിത്യനാഥ്, ശബരിമല സംഗമം, അയ്യപ്പ കൊള്ള, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിലൊന്നും സാധാരണ ലോക്കൽ കമ്മിറ്റിക്ക് വല്ല പങ്കുണ്ടോ? ഇല്ല. ജില്ലാ കമ്മിറ്റിക്ക് പങ്കുണ്ടോ? ഇല്ല. ഈ സ്ഥാനാർത്ഥി നിർണയം വന്നാൽ, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം പ്രധാനമായി ചർച്ച ചെയ്തു. ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനം, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നതിന് മുമ്പ് നടത്തിയൊരു പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച 3 പേരുകൾ, ആ ജില്ലാ കമ്മിറ്റി, നിയോജക മണ്ഡലം കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച 3 പേരുകൾ തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോഴും 2 പേര് കുറഞ്ഞു പോകുന്നു. ഒരു പേരാവുന്നു, ഒരേ ഒരു പേരാവുന്നു. അതെന്തുകൊണ്ടാണ്? അത് ആർക്ക് പറ്റിയ തെറ്റാ? അത് ഈ വഴിയിൽ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയല്ലല്ലോ, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ അങ്ങനെ ഒരു പേര് കൊഴിഞ്ഞു പോയത്. എന്തിനാ സംഭവിച്ചത്? പയ്യന്നൂർ വിവാദം. പയ്യന്നൂർ വിവാദത്തിൽ ആർക്കാ തെറ്റുപറ്റിയത്? ജില്ലാ കമ്മിറ്റിക്കല്ല. ജില്ലാ കമ്മിറ്റി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരാ നോക്കേണ്ടത്? ഇത്രയും വലിയ ചർച്ചയായപ്പോ രാകേഷിനെ പോലെയുള്ള മരമണ്ടന്മാർ പറഞ്ഞ മണ്ടത്തരം മുഴുവൻ ജനം വിശ്വസിച്ചില്ലല്ലോ, പാർട്ടിക്കാർ വിശ്വസിച്ചില്ലല്ലോ. നമ്മൾ വിശ്വസിക്കില്ല. ബഹുജനം പൊതുജനം എന്നൊക്കെ പറഞ്ഞ് ആ കൺഫ്യൂസ്ഡ് ആക്കിയില്ലേ. എന്നിട്ട് എന്തുണ്ടായി? ആ പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൽ ദയനീയമായി മധുസൂദൻ എന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത് ആരുടെ തെറ്റാ? ഇത് പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ തെറ്റാണ്. അതോ ഈവൻ ജില്ലാ കമ്മിറ്റിയുടെ തെറ്റ് പോലും അല്ല. എന്ന് പറഞ്ഞാൽ മുഴുവൻ തെറ്റുകളും നടത്തിയത് സംസ്ഥാന നേതൃത്വമാണ്, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ്. തിരുവാതിര കളിച്ചപ്പോൾ കൈയടിച്ചവരാണ്, നേതാക്കളാണ്, അണികൾക്കില്ല. അണികളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഒരു ഘടന, അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പുറത്തു പോകും, അല്ലെങ്കിൽ മാഷാള്ള സ്റ്റിക്കർ വരും. അപ്പൊ അതും പറയാൻ പറ്റില്ല. സുധാകരനെ എത്ര ചാൻസ് കിട്ടിയിരുന്നു മുഖ്യമന്ത്രിക്ക് സുധാകരനെ ഒന്ന് കാണാൻ? കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. സുധാകരന്റെ വീടിന്റെ 3 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് കുട്ടനാട്ടി പോയി തിരിച്ച് സുധാകരനെ കാണാതെ പോയി. നമുക്ക് ഓർമ്മയുണ്ട്. സുധാകരനോട് പത്രക്കാരൻ മുഴുവൻ നിൽക്കുന്നു. അപ്പൊ ഇവരെന്താ പറഞ്ഞു? അത് സുധാകരനെ ഞങ്ങൾ കാണില്ല, സുധാകരൻ പോയിക്കോട്ടെ. സുധാകരൻ മാത്രമല്ലല്ലോ പോയത്. മാത്രമല്ല, അടിമുട്ടി VS എന്ന് പറയുന്ന അവരോടെടുത്ത സമീപനം, VSന്റെ മരണവുമായി ബന്ധപ്പെട്ട് എടുത്ത സമീപനങ്ങൾ, കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ടെടുത്ത മകനുമായതും കോടിയേരിയുടെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത വിഷയങ്ങൾ, ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാക്കി ആളുകളുടെ ഉള്ളിൽ. അപ്പൊ എന്താ ഇവര് പറഞ്ഞ്? പാർട്ടി അച്ചടക്കമുള്ള ഉരുക്ക് പോലെയുള്ള സംഘടനയാണ്. മോളി എന്ന് പറഞ്ഞാൽ താഴെ മുഴുവൻ ആളുകളും കേൾക്കും. എന്ത് മണ്ടത്തരം പറഞ്ഞാലും ജനം കേൾക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കേട്ടില്ല, പാർട്ടിക്കാർ കേട്ടില്ല. നമുക്ക് ഉറപ്പാണല്ലോ പയ്യന്നൂരിൽ പാർട്ടിക്കാർ മാറി വോട്ട് ചെയ്തില്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ജയിക്കില്ല എന്ന്. പാർട്ടിക്കാർ വെറുതെ പോയി വോട്ട് ചെയ്താൽ ഒരു 50,000 വോട്ടിന് ജയിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ ഈ മധുവിനെ തോൽപ്പിക്കുന്നത്. അപ്പൊ പാർട്ടിക്കാരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്താതെ വേറെ ഇപ്പോൾ കഥയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സതീശനെ വിമർശിച്ചിട്ടോ വേറെ ആരെങ്കിലും വിമർശിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഈ യോഗി ആദിത്യനാഥിന്റെ ഇത് വായിച്ചത് മുഖ്യമന്ത്രി ആ വേദിയിലില്ലേ? മുഖ്യമന്ത്രി പറയണ്ടേ വായിക്കരുത്, നിർത്തണ്ടേ? MP ഗോവിന്ദൻ പറയണ്ടേ നിർത്ത്? അല്ല, അതേ വേദിയിലാണല്ലോ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാലം കൊണ്ടുവന്നു. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നു മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് ഇല്ലാത്ത തെറി മുഴുവൻ നാട്ടുകാർ. അതേപോലെ സജി ചെറിയാമ്മ എപ്പോഴെങ്കിലും ഒരു തിരുത്ത് ഇങ്ങനെ എല്ലടോ പറയണ്ടേ എന്ന് പറയാനുള്ള തന്നെ ഇടം ഉണ്ടായോ? അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കം, ഇപ്പൊ ശൈലജ ടീച്ചറെ മാറ്റിയതൊക്കെ അടക്കം വലിയ തോതിൽ നേതൃത്വത്തിന് ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നു. പക്ഷെ നേതൃത്വം മാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പോലെയല്ലേ? സാധാരണ ലോക്കൽ കമ്മിറ്റിക്കാരന് നെഞ്ചു കീറൂലേ? ഈ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളുകൾക്ക് ഒരു വരുമാനവും ഒരു ലാഭവും തിരിച്ചു കിട്ടാതെ. പക്ഷേ ഉണ്ട്, പാർട്ടിയുടെ ഈ ഇത്തിക്കണ്ണികളായി പാർട്ടി മരത്തിൽ കയറിയിരിക്കുന്ന കുറെ ആളുകളുണ്ട്, കുറെ കാരണഭൂതന്റെ ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാർ കൈയടിക്കും, മാറാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയനെതിരെ പറയാൻ അവർക്ക് ധൈര്യമില്ലാത്തത്. അതാണ് ജനാധിപത്യത്തിൽ ഈ പാർട്ടി വരേണ്ടത്. ഇതൊന്നുമല്ല, പാർട്ടി ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടത്. ഇപ്പൊ കോൺഗ്രസിനെ നിങ്ങൾ എങ്ങനെ വിമർശിച്ചു? കോൺഗ്രസിൽ അയാൾ പറയും, ഇയാൾ പറയും, സുധാകരൻ പറയും, മറ്റേയാൾ പറയും, ഒക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടി ഉണ്ടായിട്ടും കോൺഗ്രസിന് അത് റിസൾട്ടിനെ ബാധിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു,
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന് 10-15 ദിവസം തർക്കിച്ചു. എന്നിട്ടും കോൺഗ്രസിന് അതുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ, അത് ഞാൻ കാണുന്നത് അതിനകത്തൊരു ജനാധിപത്യമുണ്ട്. കുറച്ചധികം ജനാധിപത്യത്തിൽ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ജനാധിപത്യം ഉണ്ടെന്ന് പാർട്ടികളിൽ. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ ആദ്യം വേണ്ടത് ജനാധിപത്യമാണ്. ഇവർ പറയുന്ന കേന്ദ്രീകൃത ജനാധിപത്യം, വിമർശനം, സ്വയം വിമർശനം, ഇതിനും ഉപയോഗിക്കട്ടെ. ഇപ്പോൾ വിപുലീകൃത സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കാൻ പോകും. ഇതിനുമുമ്പ് ഒരു പ്ലീനങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എത്ര പ്ലീനം വിളിച്ചിട്ടുണ്ട്, എത്ര തെറ്റിരുത്തൽ രേഖ വന്നിട്ടുണ്ട് ഈ പാർട്ടിക്ക്. ഏത് തെറ്റെങ്കിലും തിരുത്തിയോ? ജനങ്ങളോട് നന്നായി പെരുമാറണം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളോട് നന്നായി പെരുമാറണം. അത് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോട് കിട്ടുക. അതുകൊണ്ട് ഒരു തിരുത്തും ഇവർ നടത്തില്ല എന്നുള്ളത് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളൊരു തിരുത്തിനും തയ്യാറല്ല, വേണമെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ എന്നാണ്. പണ്ട് ഒരാളൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആനപ്പുറത്ത് കയറി, അയാൾ കയറിയപ്പോൾ അയാൾ പേടിച്ചായിരിക്കണം, അയാൾ തിരിഞ്ഞായിരുന്നു. എന്നിട്ട് അയാൾ ആനയുടെ പിന്നിലേക്ക് തിരിഞ്ഞായിരിക്കണേ. ഈ ആനപ്പുറത്തിരിക്കണ അങ്ങനെ ഇരിക്കാൻ പറ്റും, തിരിഞ്ഞിരിക്കുന്നു. അയാളോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞിരിക്കൂ. ഞാൻ തിരിഞ്ഞിരിക്കില്ല, വേണേ ആന തിരിഞ്ഞോട്ടെ. ആന തിരിഞ്ഞാൽ ഇയാൾ തിരിഞ്ഞല്ലേ വരിക എന്ന് പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല. ഞങ്ങൾ നേതൃത്വത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അത് ഞങ്ങളുടെ സ്വപ്നമാണ്. പിന്നെ എന്തു മാറും? കത്തിയുടെ അഴക് മാറില്ല, പിടിയും മാറില്ല, പിന്നെ ആര് മാറണം? അപ്പോൾ ഇത് പറ്റിക്കലാണെന്ന് മാത്രമല്ല, സാധാരണ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അവൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രതിരോധം പാർട്ടിയോടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന കമ്മിറ്റിക്കൊന്നും തിരുത്താനില്ല. തിരുത്തേണ്ടത് ആരാന്ന് കേന്ദ്ര കമ്മിറ്റി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ തൊടില്ല എന്ന് പറഞ്ഞാൽ ഇത് നാശത്തിലേക്ക് പോവാണ് എന്ന് തന്നെയാണ് ഉള്ള പ്രവർത്തകന് പോലുള്ള വിശ്വാസം. കാരണം പ്രതിപക്ഷമടക്കം ഇടതുപക്ഷ സഹയാത്രികരടക്കം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇതുവരെ എന്താ ഉണ്ടായിരുന്നത്? അപ്പൊ ഇനി തിരുത്തില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചായി പാർട്ടിയിൽ നിൽക്കണേ ഒരാള്? പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ തന്നെയാണ് ഇനി ഭരിക്കാൻ തുടരണമെങ്കിൽ എന്ത് വിശ്വസിച്ചാൽ നിൽക്കണേ? നാളെ വീണയുടെ കേസിൽ ഒന്ന് അറസ്റ്റ് ചെയ്തു, പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, പാർട്ടിക്കാരെല്ലാം പോകും? എനിക്ക് തോന്നുന്നില്ല. ഇനി പോയില്ല. പോയാൻ 25 അവിടെ കിടക്കുക അകത്ത്. അപ്പോ പിന്നെ ഇവരെന്ത് ചെയ്യും? അപ്പൊ ഈ ഒന്നാമത് ഇത് ജനാധിപത്യവൽക്കരിക്കുക, തെറ്റ് സമ്മതിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവാൻ കഴിയില്ലെങ്കിൽ പാർട്ടിക്ക് ഒരായുസും ഉണ്ടാവില്ല.